കുറ്റി ദേശത്ത് പാർക്കുകയും ഞങ്ങളോടൊപ്പം സന്തത സഹചാരിയായി നിൽക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്നേഹിതൻ ജൂഡിയ ജോസഫ് ഈ സമയം മുൻപോട്ട് വന്ന് ഒരു ലഘു പ്രഭാഷണം ഈ സമയത്ത് ഇവിടെ നൽകുന്നതായിരിക്കും. ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടെ ബഹുമാന്യ സ്നേഹിതനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വളരെ സ്നേഹനിധികളും വളരെ ആദരണീയരുമായ പ്രിയപ്പെട്ട ചുള്ളി നിവാസികൾക്ക് ഞങ്ങളുടെ ഏവരുടെയും സ്നേഹവന്ദനം പ്രാരംഭമായി തന്നെ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, എനിക്ക് മുമ്പേ പാടുകയും ചില പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത ഞങ്ങളുടെ സ്നേഹിതർ ഈ സമൂഹത്തിൻ്റെ ചില പ്രശ്നങ്ങളെ പാട്ടിലൂടെയും ചില വാക്കുകളിലൂടെയും നമ്മളെ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. നമുക്കറിയാം, മദ്യവും മയക്കുമരുന്നും ആത്മഹത്യാ പ്രവണതകളും മനുഷ്യൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും ഗുണ്ടായസവുമൊക്കെ പെരുകി വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഒരു കുഞ്ഞുങ്ങളോട് പോലും നമുക്കൊരു നല്ല വാക്ക് പറയാൻ സാധിക്കാത്ത ഒരു കാലം വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കൊച്ച് പഠിക്കുന്ന സ്കൂളിൽ ഞാൻ ഒരു ദിവസം അവനെ കൊണ്ടുവിടാൻ ചെന്നപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ വണ്ടിയൊക്കെ ഉണ്ട്, പുറത്തേക്ക് പോകല്ലേ എന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ മറുപടി, താങ്കൾ എൻ്റെ അപ്പനാകാൻ ശ്രമിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പോലും ഒരു കാര്യം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം മാറ്റമാണ്, ബഹുമാനക്കുറവാണ്, മനുഷ്യനെ ആദരിക്കാൻ പഠിക്കാത്ത ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും വളർന്നു വരുന്നത്. വളരെ ഭയാനകവും ഭീഭത്സവുമായ മണ്ഡലങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ കാലഘട്ടത്തിൽ മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. അല്ല, എല്ലാ കാലഘട്ടത്തിലും കാലഘട്ടത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ പ്രശ്നം പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. അതെ, മറ്റൊരു കാലഘട്ടത്തിൽ അതെ സ്വന്തമായൊരു മണ്ണോ കിടപ്പാടമോ ഇല്ലാത്ത അടിയാന്മാരും ഉടയവന്മാരും തമ്മിലുള്ള പോരിൻ്റെ മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ്റെ അസമാധാനം ഉണ്ടാക്കുന്ന, മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ മദ്യപാനത്തിലേക്ക് നയിക്കുന്ന അവൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഏത് കാലഘട്ടത്തിലും ഉണ്ടെന്ന് നമുക്കറിയാം. അതെ, ഇതിനൊരു പരിഹാരമുണ്ടോ എന്നാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. ഞാൻ പറയട്ടെ, ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെയും ഒരു പുസ്തകത്തെയും പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ വേദപുസ്തകം അഥവാ വിശുദ്ധ ബൈബിൾ എന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ബൈബിൾ പരിചയമുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്കത് അതൊരു പൂജ, നിങ്ങൾ പൂജിക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പൂജാവസ്തുവാക്കി മാറ്റാനുള്ളതല്ല, മറിച്ച് ആ ബൈബിൾ തുറന്ന് വായിപ്പാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം ലോകത്തിൽ ആദ്യം അച്ചടിക്കപ്പെട്ടതും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജ്ജമ ചെയ്യപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് അച്ചടിക്കപ്പെട്ടിട്ടുള്ളതുമായ പുസ്തകമാണ് ബൈബിൾ. ലോകത്തിലെ ഏത് ദേശത്ത് ചെന്നാലും നമുക്ക് ലഭിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. ഈ ബൈബിളിനെ അധികരിച്ച് ഉണ്ടായിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? അനേകം മനുഷ്യരെ ഈ ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി മുതൽ ശ്രീനാരായണ ഗുരു മുതൽ എല്ലാ മനുഷ്യരെയും ഈ ബൈബിൾ വായിച്ചിട്ടുള്ള സകല മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുള്ള, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതെ, വിശുദ്ധ ബൈബിൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന, മനുഷ്യനെ സ്പർശിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പ്രതിപാദിക്കുന്ന 2 വിഷയങ്ങളെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ
പുറത്തേക്കും അകത്തേക്കും വിടുന്ന വായു ഉണ്ടല്ലോ, ശ്വാസമുണ്ടല്ലോ, നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിന് പറയുന്നതാണ് ഇത് എൻഡ്, അവസാനിച്ചു, നാം മരിച്ചു. അതെ, ഏതു മനുഷ്യനും ഈ ലോകത്ത് ഉള്ളൊരു വസ്തുതയാണ് മരണം. അത് ഏത് ഭവന രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ അതെ നാം ക്ഷണിക്കാതെ കയറി വരുന്നൊരു അതിഥിയാണ് മരണം. മരണത്തെ എല്ലാ കാലത്തും മനുഷ്യൻ ഭയപ്പെട്ടിട്ടുണ്ട്. കാലനെന്നോ കാലൻ്റെ ആക്രമണമെന്നൊക്കെ പേടിച്ച് അതെ മനുഷ്യൻ പലപ്പോഴും മരണത്തെ ഭയപ്പെട്ടിട്ടുണ്ട്. മരണഭയമുള്ളവരാണ് പല മനുഷ്യരും. അതെ, പക്ഷേ ഒരു സത്യം പറയട്ടെ, നാം എത്ര ഭയപ്പെട്ടാലും ഭയപ്പെട്ടില്ലെങ്കിലും ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും മരണം ഒരു ദിവസം നമ്മുടെ പടിവാതിക്കലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഏതു മനുഷ്യനും ഏത് പ്രായത്തിൽ മരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രസംഗിക്കുന്ന ഞാനാകട്ടെ കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇനി എത്ര ദിവസം ബാലൻസ് ഉണ്ടെന്ന് ബാക്കിയുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ആയുസ്സിനെ എണ്ണാൻ അവന് സാധിച്ചാൽ അതിൽ പരം ഒരു മഹത് കാര്യമില്ല. പക്ഷെ നമുക്ക് സാധിക്കുകയില്ല. എത്ര ദിവസം എൻ്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ മരണശേഷം എന്തെന്നൊരു ചോദ്യം എല്ലാ മതങ്ങളും എല്ലാ ഇഷ്ടങ്ങളും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതെ, ബൈബിൾ അതിന് കൃത്യമായ ഒരു ഉത്തരം പറയുന്നുണ്ട്. എനിക്കറിയാം, ബൈബിൾ മാത്രമല്ല എല്ലാ മതങ്ങളും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ബൈബിളും മറ്റെല്ലാ മതങ്ങളും എടുത്തു പറയുന്നുണ്ട്. കാരണം എന്താണ്? എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ അറിയാവുന്ന ഒരു സത്യമാണ്, മനുഷ്യൻ എന്തുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അവൻ ചിലർ അതിനെ നിത്യജീവനെന്നും വേറെ ചിലർ മോക്ഷപ്രാപ്തി എന്നൊക്കെ പേരിക്കുള്ളൂ. ഏത് പേര് വിളിച്ചാലും ഒരു മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, അത് സ്വർഗമാണോ അല്ലെങ്കിൽ നരകമാണെന്നൊക്കെ അതിന് പേര് പറഞ്ഞേക്കാം. അതെ, ചിലപ്പോൾ മനുഷ്യൻ സ്വർഗത്തിന് ഒരുങ്ങാനായിരിക്കാം, മരണത്തിലേക്ക് പോകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ആ പേരുകളെ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറയട്ടെ, മരണാനന്തര ജീവിതം ഒരു മനുഷ്യന് സുഖകരമാക്കാൻ സാധിക്കുമോ? ബൈബിൾ എന്തു പറയുന്നുവെന്ന് ഞാൻ പെട്ടെന്ന് പറയട്ടെ. ബൈബിൾ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു, അവകാശം കൊടുത്തു. എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ കഴിവ് കൊടുത്തു. എന്താ ദൈവമക്കളായാലുള്ള പ്രത്യേകത? നമുക്കറിയാം, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, വൈകുന്നേരം അവർ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. കാരണം മക്കൾ സ്വന്തം ഭവനത്തിലാണ് വരുന്നത്. ഇതുപോലെ ഒരു ദൈവവൈതലായി തീർന്നാൽ നിങ്ങൾ മരണശേഷം എവിടെ പോകുമെന്നറിയാമോ? സ്വർഗത്തിലെത്തിച്ചേരാനിടയാകും. ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമായ, നമ്മുടെ പിതാവിൻ്റെ സ്വന്തം സ്ഥലമായ സ്വർഗത്തിലെത്തിച്ചേരാൻ നമുക്കിടയായിത്തീരും. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഈ സ്വർഗത്തിന് അവകാശികളായി തീരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്ങനെയാകുവാൻ സാധിക്കും? അതിനുള്ള ഒരേ ഒരു വഴി ഇതാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, അതെ, ഞങ്ങൾ യേശുക്രിസ്തുവിനെ ദൈവമായി കാണുന്ന ആളാണ്, യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്, യേശുവാണ് ഞങ്ങളുടെ ദൈവമെന്ന്. എന്നാൽ അതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. യേശു ദൈവമാണെന്ന് പറയാനല്ല, മറിച്ച് യേശു എൻ്റെ പാപത്തിന് പരിഹാരമായി എനിക്ക് വേണ്ടി മരിച്ചു. അതെ, ഈ ലോകത്തിൻ്റെ ഈ മണ്ണിലേക്ക്, ഈ താണ മണ്ണിലേക്ക്, അതെ, സ്വർലോകത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് താണിറങ്ങി ഈ ലോകത്ത് കടന്നു വന്ന് 33.5 വർഷം ഈ ലോകത്ത് ജീവിച്ച് അവസാനം തൻ്റെ ശരീരം ഒരു യാഗമായി വിട്ടുകൊടുത്ത് അവസാന തുള്ളി രക്തം വരെ ചിന്തിയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരമയാഗം മാത്രമാണ് എൻ്റെ പാപത്തിന് പരിഹാരമെന്ന് ഒരു വ്യക്തി വിശ്വസിച്ചാൽ, അതേ വചനം അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ. അതെ, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു
ദൈവമല്ല കർത്താവായ യേശു ക്രിസ്തു, മറിച്ച് ഏകരക്ഷകൻ, ഏകനാമം, നമ്മുടെ രക്ഷയ്ക്കായുള്ള നമുക്ക് വിളിച്ചപേക്ഷിക്കാനുള്ള ഏക ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതെ, ഏകനായി നമ്മുടെ കർത്താവിനെ കാണാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. കാരണം കാലാവസ്ഥ ഞങ്ങൾക്ക് വളരെ പ്രതികൂലമാണ്. അതുകൊണ്ട് ഞങ്ങൾ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും നിത്യജീവൻ പ്രാപിപ്പാൻ, രക്ഷാനുഭവം പ്രാപിപ്പാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ഈ ലഘു പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും അധികം